ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് വാ, നമുക്ക് എവിടേക്കെങ്കിലും പോവാം. പോയേക്കാം. അതിനു മുമ്പ് ഒരു ജോലിയും കൂടെ ചെയ്തു തീർക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് പോകാം. നിന്റെ കൊച്ചച്ഛന്റെ ജീവൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് പോകാം. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? ഞാൻ നിങ്ങളെ തിരുത്തിയെടുത്ത് സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോ ഏയ്, സന്തോഷമായി കഴിഞ്ഞതാ. എന്നെ ഇങ്ങനെ ഒരു കൊലപാതകയാക്കിയത് നിന്റെ കൊച്ചച്ഛനടി. ഞാനിതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണോ ചെയ്യുന്നത്? എന്തു പറയാനാ, കിടന്നുറങ്ങുമ്പോഴും തലയുടെ അടിയിൽ കത്തിയും വെച്ച് കിടക്കേണ്ട ഗതികേടാ. ആരോടെങ്കിലും എനിക്കൊന്ന് മിണ്ടണമെങ്കിൽ വല്ലവരും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. എന്നാൽ നിന്നോട് മിണ്ടുമ്പോൾ എല്ലാം മറന്ന് നിന്റെ മുഖത്ത് മാത്രം നോക്കിയാ സംസാരിക്കുന്നത്. എന്താന്ന് വെച്ചാ, നീ കൂടെയുള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യമാ. ഒരു ഉപദേശക്കാരി വന്നിരിക്കുന്നു. എടേ, ഇത് നിന്റെ കൊച്ചച്ഛൻ തുടങ്ങി വെച്ച കണക്കാ. അത് അയാളോടെ തീരണം. എത്ര പറഞ്ഞാലും നിങ്ങൾ നന്നാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ നന്നാക്കാൻ പറ്റില്ല. എടി തുളസി, തുളസി, എന്താണ് തുളസി ദേഷ്യപ്പെട്ടു പോകുന്നേ? വാടാ. വിട്ടുകളയുടെ അരവിന്ദ്, പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ. ആദ്യം തേനേ പാലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവളുമാരുടെ തനി നിറം പുറത്ത് വരികയും ചെയ്യും. നമ്മുടെ ജോലി തിരക്കിനിടയ്ക്ക് ഇതൊക്കെ ഓർത്ത് നീ വിഷമിക്കാവിടെ അരവിന്ദ. ജോലിയോ? നമുക്കെന്ത് ജോലിയുണ്ട്? എടാ, ഇവന്മാർക്ക് മധ്യസ്ഥം നിൽക്കുന്ന തന്നെ വലിയൊരു ജോലിയല്ലേ? പുറകെ വരുന്ന മണിയന്റെ ആൾക്കാരല്ലേ? അവന്മാര് തന്നെയാ. ഒരു പടി കയ്യിലുണ്ടല്ലോ. അയ്യോ, ഞാനൊന്നും എടുത്തോണ്ട് വന്നിട്ടില്ല. എന്താണത്? ഓടിക്കോ. അയ്യോ, ആരാ നീ? നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നെ? എന്റെ പുറത്തേക്ക് പോടാ. ചേച്ചി, ബഹളം വെക്കില്ല ചേച്ചി. പുറത്തേക്ക് ഇറങ്ങി അമ്മ എന്നെ കൊല്ലും. രക്ഷിക്കണം ചേച്ചി. എന്നെ പുറത്തേക്ക് ഇറക്കി വിട്ട അമ്മ എന്നെ വെട്ടിക്കൊല്ലും ചേച്ചി. എന്നെ രക്ഷിക്കണം ചേച്ചി. പുറത്തിറങ്ങിയ അമ്മ എന്നെ കൊല്ലും. എന്തിനാണ് അവിടെ പോയത്? ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളല്ലേ അവളെ കാണാൻ അവന് കൂട്ടുപോരുമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ എത്തുന്നവരെ ആ പിശാചിനെ കാണാനോ പോകുന്നത് എനിക്കറിയാമോ? അറിയാതെ എന്തിനാണ് നീ പോയത്? അയ്യോ രമണ, അത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ. അവന്മാരെ വിടാൻ പാടില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒതുങ്ങിയിരുന്ന് വേണം ചെയ്യാൻ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാ അവളോട്ടുള്ള അടുപ്പം വേണ്ടെന്ന്? നീ അത് കേട്ടില്ലല്ലോ. അയ്യോ രമണ, നീ എന്ത് പറഞ്ഞാൽ ഞാൻ പിന്നെ കേൾക്കാം. ആദ്യം നമുക്ക് അവരെ കൊല്ലണം. എന്നെ അവന്മാര് കൊല്ലാൻ വേണ്ടി ഓടിച്ചില്ല രമണ. അവന്മാരെ കൊല്ലണം. ജീവന് വേണ്ടി എനിക്ക് കാല് പിടിക്കേണ്ടി വന്നില്ലേ? ഒരു പെണ്ണും പിള്ളയുടെ കാല് പിടിച്ച് കരയേണ്ടി വന്നില്ലടാ. അയ്യോ അയ്യോ അയ്യോ. ഇനി ഞാനൊരാണായിട്ട് ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? പറയടാ രമണ.
ബഹളം നോക്കി. എപ്പോ നോക്കിയാലും ശല്യങ്ങൾ തന്നെ. ഭാസ്കര വേലാഞ്ചിട്ട് നിന്നെ മുകളിലേക്ക് വിളിക്കുക, ഒന്ന് വേഗം ചെല്ല്. ആറ് കേടാ. അപ്പൊ ഇവർ രണ്ടുപേരും ഇല്ല. ഏയ് പോടാ. ഡാ, പോകാൻ. എന്താ മോളെ, നീ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയൊന്നുമില്ല അച്ഛാ. നോക്ക് മോളെ, എന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണോ, എൻ്റെ അനിയന്മാർക്ക് എന്നെ ഇഷ്ടമാണോ, നിന്റെ അച്ഛന് നിന്റെ അമ്മയെ ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം നിന്നെയാ. എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നലെ ആ തേണ്ടിയുടെ കൂടെ നിന്നെ ഞാൻ കണ്ടു. അപ്പം മുതലൊരു വല്ലായ്മ. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചില്ല. നിന്റെ അച്ഛനോടും ചിറ്റപ്പന്മാരോടും പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. ഒരുത്തിന് എടുത്തിയാട്ടക്കാരൻ, മറ്റൊരുത്തിന് മുൻകോപം. പക്ഷെ സ്നേഹമുള്ള പിള്ളേരാ. നീ എൻ്റെ മോളല്ലേ, ഞാൻ പറയുന്നത് അനുസരിക്കില്ലേ? അവൻ നമുക്ക് വേണ്ട. നിന്റെ നല്ലതിനാ ഞാൻ പറയുന്നത്, നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇതൊക്കെ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് സംഭവിക്കുന്നതാ. നിനക്ക് തോന്നുന്നുണ്ടോ അവൻ നല്ലവനാവുന്നു? അവന്മാരെ ഒരിക്കലും നന്നാക്കാൻ കഴിയില്ല. ചോദിക്കാൻ ആരുമില്ലെങ്കിൽ എതിലെങ്കിലും പോവും. നിനക്ക് അങ്ങനെയല്ല, ഞങ്ങളില്ലേ, കളയാൻ പറ്റുമോ? എല്ലാം മറന്നേക്ക് മോളെ. എന്തിനാ അവൾ അഡ്വൈസ് ചെയ്ത്? കണ്ട ഉടനെ കൈയും കാലും പിടിച്ചു കളയായിരുന്നില്ലേ? എടാ, ഇതാ നിന്നോട് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചത്. നീ ഇനി ഇത് സോമനോടൊന്നും പറയാൻ പോണ്ട. ഇലയുടെ മേലെ മുള്ളു വീണ പോലെയാ ഇപ്പോഴത്തെ അവസ്ഥ. സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ചേട്ടനൊന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനും കുറച്ചാലായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവരിങ്ങനെയൊക്കെ തന്നെ അങ്ങ് തുടർന്നാലേ അധികകാലം ഇത് പോവില്ല. ഇരുചെവി അറിയാതെ വേണം ഇത് ചെയ്യാൻ. ഞാൻ പറഞ്ഞേ കേട്ടല്ലോ. ചേട്ടൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ഒന്ന് വരാതെ ഞാൻ നോക്കിക്കോളാം. ചേട്ടനെന്നാ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ആ സോമശേഖരൻ ഒന്ന് കാണാം. എന്ത് നല്ലൊരു ചാൻസ് കിട്ടിയതാ, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. വീട്ടറാ, എന്നാണെങ്കിലും അവന്റെ മരണം നമ്മുടെ കൈകൊണ്ട് തന്നെ. ഞാനാന്നേ. നിനക്കാരായി സ്ഥലം പറഞ്ഞത്? രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് വാസിയാ പറഞ്ഞേ. അമ്മ 2 ദിവസമായിട്ട് നിങ്ങളെ കാണുമെന്നും പറഞ്ഞ് ബഹളം വെക്കുമായിരുന്നു. നിങ്ങളാണെങ്കിൽ ആരോടും പറയാതെ ഇവിടെ വന്നിരിക്കുക. വരുന്നവരും പോകുന്നവരും അമ്മയോട് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക. അതാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. രണ്ടുപേരും കഴിക്കാൻ വാ. ഇപ്പൊ ഈ ചോറ് കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചത്തുപോകുമോ? അവൻ അങ്ങനാ. നീ വാ മോനെ.